തൃശ്ശൂരിലെ കോൾ നിലങ്ങളിലൂടെയാണ് നാട്ടുവണ്ടിയുടെ യാത്ര. നമുക്കിതിലൂടെ കാറിൽ പോകാൻ കഴിയില്ല, അതുകൊണ്ടൊരു ബൈക്കിന്റെ പുറകിലാണ് ഇന്ന് കോൾ നിലങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നെൽകർഷകരുടെ ജീവിതം കാണാം, അവരുടെ രാഷ്ട്രീയം പറയാം. നാട്ടുവണ്ടി കോൾ നിലങ്ങളിലേക്ക്. നാട്ടുവണ്ടി ഓടിയെത്തി നിൽക്കുന്നത് തൃശ്ശൂരിലെ കോൾ നിലങ്ങളിലാണ്. മണ്ണിന്റെ രാഷ്ട്രീയം പറയാൻ ഏറ്റവും പറ്റിയ ഇടം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാടശേഖരം ഏകദേശം 310ഓളം ഏക്കറുകളുണ്ട്. നെൽകർഷകരുടെ ജീവിതം അറിയാനാണ് നാട്ടുവണ്ടിയിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. രാവിലെ പാടങ്ങൾ സജീവമായി തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കിതാ കാണാൻ കഴിയും പച്ച വിരിച്ചു കിടക്കുന്ന വിശാലമായ പാടം, മനോഹരമായ കാഴ്ച. ഈ കാഴ്ച പോലെ തന്നെ അവരുടെ ജീവിതത്തിന് മനോഹാരിതയുണ്ടോ എന്നറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നോക്കാം. ഈ 60 വർഷമായിട്ട് കൃഷിയിൽ നിൽക്കുന്നതിന്റെ ഒരു കാര്യം എന്താ? എനിക്ക് ഇതിനോട് താല്പര്യമുണ്ട്. കാരണം നമുക്കൊരു ജീവിതമാർഗം ഉണ്ട്. അതുകൂടാതെ തന്നെ ഇത് മനസ്സിനൊരു സന്തോഷം കൊടുക്കണം. നമുക്കൊരു വലിയ തൃപ്തി തോന്നുന്നു, സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് നെല്ല് സംഭരണവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു? കൃത്യമായി നടക്കുന്നുണ്ട്. എങ്ങനെ? സപ്ലൈകോയാണ്? സപ്ലൈകോ വഴി കൊടുക്കുന്നത്. പൈസ കിട്ടുന്നുണ്ട്. ഇപ്പൊ കുടിശ്ശികയൊന്നുമില്ലല്ലോ? കുടിശ്ശികയൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയി. പൈസ കിട്ടി. പുതിയ വർദ്ധിപ്പിച്ച പൈസ വന്നോ? അത് കിട്ടി, ഒരു അതും വന്നിട്ടുണ്ട്. പുതിയ പൈസ വന്നല്ലേ? നിങ്ങളുടെ ഈ നെല്ല് സംഭരണം കൃത്യമായി നടക്കുന്നുണ്ട്? ഉണ്ട്, നല്ല കാര്യം. ഒരു ബുദ്ധിമുട്ടുമില്ല, കർഷകർക്ക് നല്ലതാണ്, എല്ലാ അനുകൂലങ്ങളും കിട്ടുന്നുണ്ട്. സപ്ലൈകോ വന്നവർ ക്ലിയർ ആണ്. ഈ PRS റെസിപ്റ്റ് ഒക്കെ കറക്റ്റ് ആണ്. അതിൽ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ഉണ്ടായിട്ടില്ല. ഈ 4-5 കൊല്ലം വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട്. സർക്കാരിന്റെ ഒരു കണ്ണുണ്ടോ ഇങ്ങോട്ട്? കണ്ണുണ്ട്, നല്ല വ്യക്തമായിട്ടുള്ള കണ്ണുണ്ട്. അവർ നല്ല ശ്രദ്ധയാണ്. എല്ലാവരും കൃഷിമന്ത്രി ആയാലും ആരായാലും നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്, ഇടപെടണുണ്ട്. അതിൻ്റെതായ ആൾക്കാരെ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർ വന്ന്. ഒരിക്കലും കൃഷി ഇറക്കി കഴിഞ്ഞാൽ നമുക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല? ഇല്ല, മെച്ചാണ്. നമ്മൾ കുട്ടനാടിനെ കേരളത്തിന്റെ നെല്ലറ എന്ന് പറയാറില്ലേ, അതുപോലെ തൃശ്ശൂരിന്റെ നെല്ലറയാണ് ഈ കോൾ നിലങ്ങൾ. ഏക്കർ കണക്കിന്, കിലോമീറ്റർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന പാടങ്ങൾ. ഇവിടെ നിന്ന് ഈ വെള്ളം കൂടുതലായാൽ അത് പുറത്തു കളയാൻ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഈ പാടത്ത് നിന്ന് ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അത്തരത്തിൽ ബ്ലോക്കിന്റെയും പഞ്ചായത്തിൻ്റെ ഒക്കെ ഭാഗത്ത് നല്ല സഹായം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുക്കിയിരിക്കുന്ന ആ സംവിധാനങ്ങളിലേക്കാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം പമ്പ് ചെയ്യുന്ന കാര്യം. ഇതാ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പാടത്ത് വെള്ളം എക്സസ് ആയാൽ, അതായത് കൂടുതലായാൽ അത് പുറത്തേക്ക് പമ്പ് ചെയ്ത് ഒഴുക്കുന്നതാണ് ഈ കാണാൻ കഴിയുന്നത്. അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മോട്ടോർ പുരയും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനലിൽ നിന്നാണ് അതിനുള്ള പവർ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ കൃഷിയെ സംരക്ഷിക്കുന്ന മികച്ച ഇടപെടലാണ് ഈ കോൾപ്പാടങ്ങളിൽ കാണാൻ കഴിയുന്നത്. മറ്റൊരു കർഷകനായ ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടാ, ഇത് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണല്ലേ? വെള്ളം അധികം വരുന്നത് പുറത്തേക്ക് വിടുക അല്ലേ? ഇത് നിങ്ങൾ ഡെയിലി ചെയ്യും? എന്താ, ഇത് എങ്ങനെയാ? ഡെയിലി അടിക്കും. ഉള്ളിലേക്ക് അടിക്കുന്നത് അധികം വരുന്ന വെള്ളത്തിനെ പുറത്തേക്ക് വിടുന്നതാണ്. അങ്ങനെയാണല്ലേ? ഇതെന്താ സോളാറിലാണ് ഇത് ചെയ്തേ? സോളാറിൽ ഇത് എല്ലാ കോൾപ്പാടവും അനുകരിക്കാവുന്നതാണ്. എന്നുവെച്ചാൽ കൃഷി ചെലവ് പകുതിയല്ല, ഏകദേശം 3/4 ഭാഗം തന്നെ കുറയും. സ്ഥിരമായിട്ട് പത്രങ്ങളിലൊക്കെ വാർത്ത കാണാമല്ലോ, നെല്ല് സംഭരണം ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്തെങ്കിലും വസ്തുത? വെറുതെ പറയണതാ. കൃത്യമായിട്ട് കയ്യിൽ പൈസ വരും? പൈസ കിട്ടുന്നുണ്ട്. എങ്ങനെ? സപ്ലൈകോ ആണോ വന്ന് ശേഖരിക്കുന്നത്? സപ്ലൈകോ വന്ന് ശേഖരിക്കും. പൈസ ബാങ്കുകൾ വഴി, റെസിപ്റ്റ് വഴി കിട്ടും. റെസിപ്റ്റ് വഴി അത് കൃത്യമായിട്ട് വരാറുണ്ട്. ആരെങ്കിലും കൃഷി ചെയ്യാത്തതുണ്ട് അവിടെ? അല്ല, ഞാനത് കണ്ടു. ഇത് തന്നെ 310 ഏക്കറോ? 310 ഏക്കറുണ്ട്. മൊത്തം പാടങ്ങളും കൃഷി ചെയ്തിരിക്കുക അല്ലേ? കൃഷി ആരും ചെയ്യാത്തൊന്നുമില്ല. അല്ല, ആ ചേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ പൈസ കിട്ടുന്നില്ലെങ്കിൽ, ഈ സഹായങ്ങൾ ഇല്ലെങ്കിൽ ആളുകൾ വീണ്ടും കൃഷി ഇറക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് കറക്റ്റാണ്. കാരണം ഈ പാടശേഖരം തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞതാണ് 310 ഏക്കറുണ്ട്. അപ്പോൾ ഇതാണ് മോട്ടറിന്റെ പാനൽ യൂണിറ്റ്. നമുക്ക് കാണാൻ കഴിയും 2 ഉണ്ട് ഇവിടെ. ഒന്ന് വർക്കിംഗ് ആണ്. ഇങ്ങനെ ഇത് ഓണാക്കി വെച്ചിരിക്കുന്നു. ഇതിന് പ്രത്യേകം നിങ്ങൾക്ക് അറിയാമോ? ഇത് ഒരു തവണ ഓണാക്കിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആയിക്കോളും. അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ തനിയെ അത് ഓഫാകും. കർഷകർക്ക് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ബാക്കി പാനൽ യൂണിറ്റുകളാണ് കേട്ടോ. അങ്ങനെ കോൾ കൃഷിയും കർഷകരും കണ്ടു. നാട്ടുവണ്ടി യാത്ര തുടരുകയാണ്. മറ്റൊരിടത്ത് നമുക്ക് വീണ്ടും കാണാം.